വെൽക്കം ബാക്ക്. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെ കോഴഞ്ചേരിയിൽ പമ്പാ നദിയിൽ 19കാരൻ ഒഴുക്കിൽപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. കുമ്പഴ വടക്ക് സ്വദേശി നിരഞ്ജനാണ് ഒഴുക്കിൽപ്പെട്ടത്. കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. പ്രവീൺ, സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? വിനീത, പത്തനംതിട്ട കോഴഞ്ചേരി പമ്പാ നദി ഇല്ലത്തുകടവ് എന്ന സ്ഥലത്താണ് ഈ കുട്ടി ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. കോഴഞ്ചേരി സ്കൂളിൽ പഠിക്കുന്ന +2 വിദ്യാർത്ഥിയാണ്. അവിടെ ഇന്ന് സ്കൂളിൽ ആനിവേഴ്സറി ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളോടൊപ്പം അവിടെ സഹപാഠികളോടൊപ്പം അവിടെ കുളിക്കാൻ വേണ്ടി എത്തിയതാണ്. ഇതിനിടെ ഈ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റ് 2 വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. ഈ നദിയുടെ ഒരു ഭാഗത്തു നിന്നും കരയിലേക്ക് വലിച്ച് കയറ്റാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ പിന്നീട് വീണ്ടും ആ പിടി വിട്ടുപോവുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും സ്കൂബ ടീം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത്. ഉടൻ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് സ്കൂബ ടീം അവിടേക്ക് എത്തിയിട്ടുണ്ട്. 6 പേരടങ്ങുന്ന സംഘമാണ്, വിദ്യാർത്ഥികളാണ് അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികൾ നദിയിലേക്ക് ഇറങ്ങിയത്. അവിടെ നല്ല ഒഴുക്കുള്ള ഭാഗം കൂടിയാണ്, ഒപ്പം തന്നെ വലിയ ആഴമുള്ള ഒരു ഭാഗം കൂടിയാണ് പമ്പാ നദിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂബ ടീം വിശദമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2 കുട്ടികൾ, അതായത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഈ 2 കുട്ടികൾ കൂടി ഒഴുക്കിൽപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കരയിലേക്ക് നീന്തി കയറുകയായിരുന്നു. അതിനിടെയാണ് ഈ സുഹൃത്തായിട്ടുള്ള ഈ +2 വിദ്യാർത്ഥി നദിയിൽ മുങ്ങിത്താഴ്ന്നത്. സ്കൂബ ടീം ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. വിനീത, ശരി, അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം. ഏതായാലും തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ്. മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒരാളാണ് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. പ്രവീണാണ് വിശദാംശങ്ങൾ നൽകിയത്.